ഒപ്പം ഈ ബി.ജെ.പിയുടെ ലിസ്റ്റിൽ മറ്റു ചില കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇതിലേറ്റവും പ്രധാനം എന്തുകൊണ്ട് തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ എന്ന പേരാണ്, എന്താണ് അതിന്റെ സാധ്യത എന്ന കാര്യം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ആദിത്യവർമ്മ? ഉത്തരം ഇതാണ്: തിരുവിതാംകൂർ രാജകുടുംബാംഗമാണ്. തിരുവിതാംകൂർ രാജകുടുംബത്തിന് വേണ്ടി പൊതുവേദികളിൽ പലപ്പോഴും അഭിപ്രായം പറയാനും പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളയാളാണ്. പൊതുവേദികളിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ഇടപെടൽ നടത്തുന്ന വ്യക്തി എന്നതുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വീകാര്യതയായിട്ട് പൊതുവിൽ ഒരു പക്ഷേ BJP കണ്ടിട്ടുണ്ടാവുക. മാത്രമല്ല BJP നേതാക്കളുമായൊക്കെ വലിയ അടുത്ത ബന്ധമുണ്ട്. മാത്രമല്ല ഇത്തരമൊരു എലൈറ്റ് ഗ്രൂപ്പുകളെ ഒപ്പം നിർത്തുക എന്നത് ഒരു BJPയുടെ അജണ്ടയുടെ ഭാഗമാണ്. സ്വാഭാവികമായും ആ നീക്കം കൂടി ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുന്നുണ്ടാവാം. എന്താണ് രണ്ടാമത്തെ ഘടകം? രണ്ടാമത്തെ ഘടകം മറ്റൊന്നുമല്ല, ഈ കവടിയാർ കൊട്ടാരം ഉൾപ്പെടുന്ന സ്ഥലം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. സ്വാഭാവികമായും ആ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഇടത്തേക്ക് ഇങ്ങനെ രാജകുടുംബാംഗങ്ങളിൽ ഒരാളെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നാൽ അത് രാഷ്ട്രീയത്തിനപ്പുറമുള്ള സ്വാധീനവും സാധ്യതയും ഉണ്ടാക്കുമെന്ന ഒരു പ്രതീക്ഷയാണ്. കാരണം ഇത്തവണ വട്ടിയൂർക്കാവിൻ്റെ ഒരു സാധ്യതയിൽ വട്ടിയൂർക്കാവിൽ ഇഞ്ചോടിഞ്ച് പോരാണ്. കാരണം അവിടെ ഇടതുപക്ഷം ആ സീറ്റ് നിലനിർത്തി പോരുന്നത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയുടെ മികവിലാണ്. VK പ്രശാന്ത് എന്ന MLA നടത്തുന്ന ഒരു മികച്ച പ്രകടനവും പെർഫോമൻസുമാണ് അവിടെ ഒരു ഹൈലൈറ്റ്. സ്വാഭാവികമായ ആ ഹൈലൈറ്റ് ഇടതുപക്ഷത്തിന് അവിടെ ഉണ്ട്. അതേസമയം മറുവശത്ത് UDFിൻ്റെ സാധ്യത, അത് മുമ്പ് K മുരളീധരൻ മത്സരിച്ച് 2 തവണ വിജയിച്ചു വന്ന ഇടമാണ്. K മുരളീധരൻ മത്സരിച്ചാൽ അദ്ദേഹം എന്ന വ്യക്തി, K മുരളീധരൻ എന്നൊരു വ്യക്തിക്ക് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകളുണ്ട്. അതായത് UDFിനും കോൺഗ്രസിനും അപ്പുറം K മുരളീധരൻ സമാഹരിക്കാൻ കഴിയുന്ന ഒരു വോട്ടുകളുമുണ്ട്. ഇതാണ് അവിടുത്തെ സാഹചര്യം. അതേസമയം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും വളരെ വേരോട്ടമുള്ള ഇടമാണ് വട്ടിയൂർക്കാവ്. പക്ഷേ സംഘടനാ തലത്തിലുള്ള ബന്ധങ്ങളും നീക്കങ്ങളും മാത്രം പോരാ വട്ടിയൂർക്കാവിൽ വിജയിക്കാൻ എന്നതാണ്. കാരണം അതിശക്തമായ ത്രികോണപ്പോരാണ്. അപ്പോൾ വ്യക്തിപരമായി സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകൾ നിർണായകമാണ് വട്ടിയൂർക്കാവിൽ. അതുകൊണ്ടുകൂടിയാണ് വ്യക്തിപരമായ സ്വാധീന സാധ്യതയുള്ള ഇങ്ങനെ ഒരാളെ കളത്തിലിറക്കാനുള്ള ആലോചന. തീരുന്നില്ല. ഈ കവടിയാർ ഉൾപ്പെടുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇതൊരു നിർണായക നീക്കമാവുമെന്ന് തർക്കമില്ല. ഒപ്പം ഈ നഗര വോട്ടർമാർ നമുക്കറിയാം തിരുവിതാംകൂർ രാജകുടുംബത്തോട് മമത പുലർത്തുന്ന പഴയ വോട്ടർമാർ ഇപ്പോഴുമുള്ള ഇടമാണ്. ജനാധിപത്യമൊന്നും രാജഭരണമൊക്കെ പോയി എന്ന് പറയുമ്പോഴും ആ രാജകുടുംബവുമായുള്ള ഒരു ചെറിയ ബന്ധം സൂക്ഷിക്കുന്നവരുണ്ട്. അവരെ ഇപ്പോഴും അവരുടെ കാര്യങ്ങളോടൊക്കെ വലിയ പ്രതിബദ്ധതയോടെ അഭിപ്രായം പറയുന്നവരുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ ഉൾപ്പെടുന്ന തിങ്ങിപ്പാർക്കുന്ന ഒരിടം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവരെ ഒപ്പം ചേർക്കാം എന്നൊരു പ്രതീക്ഷ ഉണ്ട്. സ്വാഭാവികമായും ആ നഗര വോട്ടുകളൊക്കെ ആവാം പ്രതീക്ഷ വയ്ക്കുന്ന ഒരു കാരണം. ഒപ്പം ഈ ആദിത്യവർമ്മ സ്ഥാനാർത്ഥിയായാൽ അതൊരു പക്ഷേ മറ്റു മണ്ഡലങ്ങളിലും ഗുണം ചെയ്യും എന്നൊരു പ്രതീക്ഷ അവർ മുന്നിൽ കാണുന്നുണ്ടാവാം. കാരണം മറ്റു മണ്ഡലങ്ങളിലും അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാക്കിയേക്കാം. അങ്ങനെയെങ്കിൽ ആ നീക്കം സ്വാഭാവികമായും ഗുണം ചെയ്തേക്കാമെന്നൊരു പ്രതീക്ഷ കൂടി ഇക്കാര്യത്തിൽ BJPക്ക് ഉണ്ടാകുന്നു എന്നുകൂടിയുണ്ട് സാഹചര്യം. നമുക്ക് വേഗത്തിൽ BJPയുടെ മറ്റ് സ്ഥാനാർത്ഥി സാധ്യതകളിലേക്ക് കൂടി പോകേണ്ടത്. എന്തായാലും വട്ടിയൂർക്കാവിൻ്റെ തന്ത്രം ആദിത്യവർമ്മയെ കേന്ദ്രീകരിച്ചാണ്. അതൊരു വലിയ സാധ്യതയാണ്, പുതിയൊരു മൂവ്മെൻ്റാണ്. നമുക്കറിയാം വരും ദിവസങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും BJP ആ സാധ്യത തള്ളിക്കളയുന്നില്ല. അത് അവരുടെ പരിഗണനാ പട്ടികയിലുള്ള പേരാണ് എന്നാണ് വസ്തുത. മറ്റു പേരുകളിലേക്ക് നമുക്ക് പോകാം. നമുക്ക് നേരത്തെ ഡാൻ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഉറപ്പിച്ച ഒരു പേര് രാജീവ് ചന്ദ്രശേഖറിൻ്റെയാണ്. ഒരുപക്ഷേ ഒരു സംസ്ഥാന അധ്യക്ഷൻ തൻ്റെ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ചു എന്ന വിമർശനം കൂടി കേരളത്തിൽ കേട്ടതാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപനം നടത്തിയതാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് തന്നെ മത്സരിക്കും, അത് ഉറപ്പാണ്. ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അടുത്ത പേരെന്താണ്? നേരത്തെ ഡാൻ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ V മുരളീധരനാണ്. കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം നേരത്തെ കേന്ദ്രമന്ത്രി ആയിരിക്കെ തന്നെ കഴക്കൂട്ടത്ത് മത്സരിച്ച വ്യക്തി കൂടിയാണ്. അപ്പോൾ കഴക്കൂട്ടത്ത് V മുരളീധരൻ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പാണ്. ആ സാധ്യതയും കണക്കെടുപ്പുകളും അതിൻ്റെ അനൗദ്യോഗിക പ്രചരണം പോലും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴക്കൂട്ടത്ത്. മറ്റൊന്ന് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം മണ്ഡലം ഇപ്പോഴും ഒരു സസ്പെൻസാണ്. BJPക്ക് കഴിഞ്ഞ തവണ വലിയ അട്ടിമറി സാധ്യതയിലേക്ക് എത്തിയതാണ്. പക്ഷേ ഇത്തവണ അവിടെ ആര് സ്ഥാനാർത്ഥി എന്നതാണ്. R ശ്രീലേഖ തനിക്ക് മത്സരിക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞതാണ്. ഒപ്പം മറ്റൊരു പേര് കൂടിയുണ്ട്, അത് കരമന ജയനാണ്. കരമന ജയൻ എന്നത് BJPയുടെ സിറ്റി ഡിവിഷൻ ഉൾപ്പെടുന്ന ജില്ലാ അധ്യക്ഷനാണ്. അദ്ദേഹം വലിയ പ്രകടനം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോർപ്പറേഷൻ പിടിക്കുന്നതിന് വലിയ ഇടപെടൽ നടത്തിയ വ്യക്തി കൂടിയാണ് കരമന ജയൻ. മാത്രമല്ല അദ്ദേഹം BJPയുടെ പഴയകാല പ്രവർത്തകനും മുമ്പും ജില്ലാ അധ്യക്ഷനായിരുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ കരമന ജയനോ അല്ലെങ്കിൽ ശ്രീലേഖയോ എന്ന ചോദ്യം കൂടി അവിടെ തിരുവനന്തപുരത്ത് ഉയരുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. എന്താണ് ഈ ലിസ്റ്റിൻ്റെ ഫൈനലൈസേഷൻ? നമുക്കതുകൂടി ഒന്ന് പരിശോധിക്കാം. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, ഒരു കാര്യം, R ശ്രീലേഖ താൻ മത്സരിക്കാനില്ലെന്ന് കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കി കഴിഞ്ഞു. നിയമസഭയിലേക്ക് താൻ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ ശ്രീലേഖയുടെ പേര് വീണ്ടും മുൻനിർത്തുന്നു എന്ന് പറയുമ്പോൾ
യഥാർത്ഥത്തിൽ ശ്രീലേഖ ഒരു മുഖമാണ്, സാധ്യതയാണ്. അപ്പോൾ ശ്രീലേഖ ഇപ്പോൾ തൽക്കാലം ഇല്ലെന്ന് പറഞ്ഞെങ്കിൽ കൂടിയും സമ്മർദ്ദം ചെലുത്തി നിയമസഭയിൽ മത്സരിപ്പിക്കുക എന്നൊരു ആലോചന BJPക്ക് ഉണ്ടോ? അതായത് ഒരു പക്ഷേ പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി തലസ്ഥാനത്തേക്ക് എത്തിയേക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ട്. നിലവിൽ തിരുവനന്തപുരത്തെ മേയർ അടക്കമുള്ള പ്രധാനപ്പെട്ട കോർപ്പറേഷൻ കൗൺസിലർമാർ, BJP കൗൺസിലർമാരൊക്കെ പ്രധാനമന്ത്രിയെ നേരിൽ സന്ദർശിക്കുന്നതിന് വേണ്ടി ഡൽഹിയിലേക്ക് പോയിരിക്കുകയായിരുന്നു. നമുക്കറിയാം, അതായത് ഈ തിരുവനന്തപുരം നഗരസഭ പിടിച്ചതിലൂടെ BJP ലക്ഷ്യം വെക്കുന്നത് കോർപ്പറേഷന്റെ ഭരണമല്ല, അതിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്ത് പരമാവധി നിയമസഭാ മണ്ഡലങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കുക എന്നതാണ്. അവിടെ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ അവർ കാണുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആന്റണി രാജു അയോഗ്യനാക്കപ്പെടുന്ന സാഹചര്യം, പിന്നീടുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലം അത് അനുകൂലമായി മാറുമെന്ന വലിയ പ്രതീക്ഷയിലാണ് UDFും അതോടൊപ്പം തന്നെ BJPയും ഉള്ളത്. അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥി തന്നെ, അതായത് ഘടകകക്ഷിക്ക് ആ സീറ്റ് കൈമാറുമോ അതോ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരുമോ, ഈ ചർച്ചകളൊക്കെ ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ K മുരളീധരൻ തന്നെയാണ് ഇവിടെയും ഒരു ഡിസൈഡിംഗ് ഫാക്ടറായി മാറുന്നത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം മുരളീധരൻ വട്ടിയൂർക്കാവ് വിട്ടാൽ മത്സരിക്കാൻ ഏറെ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന മറ്റൊരു മണ്ഡലം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലമാണ്. അദ്ദേഹത്തിൻ്റെ പേര് വലിയ തരത്തിൽ, അതായത് മുൻ MLA ആയ, അവിടെ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരുന്ന VS ശിവകുമാർ അടക്കമുള്ള പേരുകളൊക്കെ ചർച്ചകളിലുണ്ടെങ്കിലും K മുരളീധരന് വേണ്ടി പറഞ്ഞു കേൾക്കുന്ന സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ വട്ടിയൂർക്കാവ് കഴിഞ്ഞാൽ മറ്റൊന്ന് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് മുരളീധരൻ മത്സരിക്കാൻ എത്തുമോ ഇല്ലയോ എന്നത് കാത്തിരിക്കുകയാണ് BJP കേന്ദ്രങ്ങൾ. വട്ടിയൂർക്കാവിലും തിരുവനന്തപുരം സെൻട്രലിലും അത് തന്നെയാണ് കാര്യം. എന്തായാലും സെൻട്രലിൽ 2 പേരുകളാണ് BJP മുമ്പോട്ട് വെക്കുന്നത്. അതിലൊന്ന് നിലവിലെ തിരുവനന്തപുരം സിറ്റി അധ്യക്ഷനായ BJPയുടെ സിറ്റി അധ്യക്ഷനായ കരമന ജയൻ. അദ്ദേഹത്തിന് സംഘടനാ തലത്തിൽ വലിയ തരത്തിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. BJPയുടെ ജില്ലാ അധ്യക്ഷൻ എന്നതിനപ്പുറത്തേക്ക് പ്രവർത്തകരുമായി സംഘടനാപരമായി വലിയ ബന്ധമുള്ളയാളാണ്. അദ്ദേഹത്തെ മത്സരരംഗത്തിറക്കണമെന്ന ആവശ്യത്തിലാണ് ഒരു വിഭാഗം നേതാക്കൾ. അതേസമയം മേയർ സ്ഥാനത്ത് തഴയപ്പെട്ട R ശ്രീലേഖയ്ക്ക് അർഹമായ പരിഗണന നൽകണമെന്ന ആവശ്യം മുമ്പോട്ട് വെക്കുന്നവരുമുണ്ട്. അവരാണ് സെൻട്രലിൽ ശ്രീലേഖയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി ഇപ്പോൾ നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും തിരുവനന്തപുരത്ത് ലിസ്റ്റുകൾ ഏറെക്കുറെ ഫൈനൽ ചെയ്യുകയാണ്. നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്കാണ്. വളരെ നന്ദി ഡാൻ. എന്തായാലും ഡാൻ സൂചിപ്പിക്കുന്നത് പോലെ അതിൻ്റെ ഒരു ഫൈനലൈസേഷനിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ വരികയാണ്. കോൺഗ്രസും തിരക്കിട്ട ആലോചനകളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇനി അഭ്യൂഹങ്ങളല്ല, പകരം ഒരു ഫൈനൽ ലിസ്റ്റിലേക്ക്, അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവേണ്ട സമയം കൂടിയാണ്. അപ്പോൾ സാധ്യതകൾ പലതരത്തിലുണ്ട്. ആ സാധ്യതകളൊന്ന് ഫൈനലൈസ് ചെയ്യുകയാണ്. 28-നുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ വളരെ ജാഗ്രതയിലാണ്. ഇതാ ഇപ്പോൾ തീയതി ഇങ്ങ് അടുക്കുകയാണ്. ഒരാഴ്ചയ്ക്ക് അപ്പുറം ഉള്ള ഒരു സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏത് സമയത്തും പ്രതീക്ഷിക്കണമെന്നതാണ് സാഹചര്യം. അതുകൊണ്ട് ഇനി വളരെ തിരക്കിട്ട നീക്കങ്ങൾ എന്നത് തന്നെയാണ് സാഹചര്യം. BJP അവരുടെ ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന ഇടങ്ങളിൽ ആ തരത്തിൽ കൂടി ആലോചനകൾ നടക്കുന്നു എന്നതാണ്. നമുക്ക് സംസ്ഥാനത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തിനൊപ്പം സഞ്ചരിക്കാം. അതിനിടയിൽ തിരുവനന്തപുരത്ത് നിന്നും മറ്റൊരു വാർത്ത കൂടി നമുക്ക് വരുന്നുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ മോഷണം നടന്നു. 2 കോടി വിലമതിക്കുന്ന ആനക്കൊമ്പുകളാണ് മോഷണം പോയത്. DJ പാർട്ടിക്കായി വന്നവരാണ് മോഷണം നടത്തിയതെന്നാണ് FIR ഇട്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഏറ്റവും തന്ത്രപ്രധാനമായ ഇടത്താണ് ഈ മോഷണം നടന്നിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. പാങ്ങോട് വഴി യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, അതിലെ ഒന്ന് റോഡിൽ കൂടി പോലും യാത്ര ചെയ്യുന്നതിന് എത്ര വലിയ നിയന്ത്രണമുള്ള ഇടമാണ്. മാത്രമല്ല ഒരു മിലിറ്ററി ക്യാമ്പാണ്, മറ്റിടം ഒരു സ്ഥലവുമല്ല. അവിടെ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന ഗുരുതരമായ ചോദ്യമാണ്. ക്യാമ്പിനുള്ളിൽ നിന്ന് തന്നെ സഹായം കിട്ടിയോ എന്നൊരു കാര്യം കൂടി പോലീസിൻ്റെ അന്വേഷണത്തിലേക്ക് കടന്നു വരുമെന്ന് നമുക്ക് കരുതാം. കാരണം അങ്ങനെ ഒരു സഹായം കിട്ടാതെ എങ്ങനെ മോഷണം നടന്നു എന്ന ചോദ്യം കൂടിയാണ്. വളരെ വളരെ ഗുരുതരമായൊരു വിഷയമാണ് രൂപപ്പെടുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടി വരും എന്നത് ഉറപ്പാണ്. സ്വാഭാവികമായും ഈ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലാണ് മോഷണം നടന്നിരിക്കുന്നത്. 2 കോടി രൂപ വിലമതിക്കുന്ന ആനക്കൊമ്പുകളാണ് മോഷണം പോയത്. DJ പാർട്ടിക്കായി വന്നവരാണ് മോഷണം നടത്തിയതെന്നാണ് FIR. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.